ടൈം മാസ്റ്റർ ഓപ്പൺ ചെയ്യാം. ഒരു പുതിയ പ്രോജക്റ്റിനായി ക്രിയേറ്റ് ന്യൂ കൊടുക്കുക. ഇവയിൽ നിന്നും 9:16 എന്ന ഈ ആസ്പെക്ട് റേഷ്യോ സെലക്ട് ചെയ്ത് ക്രിയേറ്റ് കൊടുക്കുക. നിങ്ങളുടെ ഇമേജ് ഫോൾഡറിൽ നിന്നും വീഡിയോയ്ക്ക് വേണ്ട 3 ഇമേജുകൾ ഓപ്പൺ ചെയ്യുക. ആദ്യത്തെ ഇമേജ് ലെയറിൽ ക്ലിക്ക് ചെയ്യുക. പാൻ ആൻഡ് സൂം സെലക്ട് ചെയ്യുക. സ്ക്രീനിൽ നിന്നും ഇമേജ് നിങ്ങൾക്ക് വേണ്ട രീതിയിൽ സൈസ് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. സൈസ് അഡ്ജസ്റ്റഡ് ആയെങ്കിൽ ഈ ഈക്വൽ ടു സിംബലിൽ ക്ലിക്ക് ചെയ്യുക. ടൈം ലൈനിൽ നിന്നും ഈ ലെയറിന്റെ ഡ്യൂറേഷൻ കുറച്ചു ദൂരം എക്സ്റ്റെൻഡ് ചെയ്ത് വെക്കുക. മറ്റുള്ള 2 ഇമേജുകളും ഒന്നൊന്നായി സെലക്ട് ചെയ്ത് ഇപ്പോൾ നാം ചെയ്ത സ്റ്റെപ്പുകളെല്ലാം അതുപോലെ തന്നെ ആവർത്തിക്കുക. ഇവിടെ എല്ലാ ഇമേജുകളുടെയും ഡ്യൂറേഷൻ എക്സ്റ്റെൻഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. ടൈം ലൈനിന് മുന്നിലെത്താം. നിങ്ങൾക്ക് ലഭ്യമായിട്ടുള്ള ഗ്രീൻ സ്ക്രീൻ വീഡിയോ ടെംപ്ലേറ്റ് ഓപ്പൺ ചെയ്യുക. 3 ഇമേജുകൾ തുടർച്ചയായി ഉൾക്കൊള്ളിക്കാവുന്ന ഒരു ടെംപ്ലേറ്റ് ആണിത്. ഇതിനായി ഡിസ്ക്രിപ്ഷൻ ബോക്സ് കാണുക. ഓപ്ഷൻ ബാറിൽ നിന്നും സ്പ്ലിറ്റ് സ്ക്രീൻ സെലക്ട് ചെയ്യുക. റെക്ടാങ്കിൾ കൊടുക്കുക. ഇപ്പോൾ ടെംപ്ലേറ്റ് നമുക്ക് വേണ്ട രീതിയിൽ സ്ക്രീനിൽ നിറഞ്ഞു നിൽക്കുന്ന രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. ഓപ്ഷൻ ബാറിൽ നിന്നും ക്രോമ കീ സെലക്ട് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്ത് ക്രോമ ഫങ്ഷൻസ് എനേബിൾ ചെയ്യുക. കീ കളർ ഇവിടെ ക്ലിക്ക് ചെയ്ത് ടെംപ്ലേറ്റിലേതിന് സമാനമായ ഗ്രീൻ കളർ സെലക്ട് ചെയ്യുക. ഇപ്പോൾ ടെംപ്ലേറ്റിലെ ഗ്രീൻ കളർ ഇല്ലാതെയായിട്ടുണ്ട്. ആവശ്യമെങ്കിൽ ഈ 2 കീകളിലെയും പെർസെന്റേജസിൽ വേണ്ട മാറ്റങ്ങൾ വരുത്തി ടെംപ്ലേറ്റിലുള്ള ഗ്രീൻ കളർ പൂർണ്ണമായും ഇല്ലാതെയാക്കേണ്ടതാണ്. ടൈം ലൈനിൽ നിന്നും ടെംപ്ലേറ്റ് ലെയർ സെലക്ട് ചെയ്യുക. കർസർ ഇവിടെ നിന്നും പതിയെ മൂവ് ചെയ്യിച്ച് വൈറ്റ് സ്ക്രീൻ വരുന്നിടത്തായി നിർത്തുക. ഇമേജ് ലെയറിൽ ക്ലിക്ക് ചെയ്യുക. ട്രിം ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇമേജിന്റെ മുന്നോട്ടുള്ള ഭാഗം ഡിലീറ്റ് ചെയ്യുന്നതിന് ട്രിം റൈറ്റ് കൊടുക്കുക. ടെംപ്ലേറ്റ് ലെയറിൽ ക്ലിക്ക് ചെയ്യുക. കർസർ പതിയെ മുന്നോട്ട് മൂവ് ചെയ്യിച്ച് വൈറ്റ് സ്ക്രീൻ വരുന്ന ഭാഗത്തായി നിർത്തുക. ഇമേജ് ലെയറിൽ ക്ലിക്ക് ചെയ്യുക. ട്രിം ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ട്രിം റൈറ്റ് കൊടുക്കുക. അവസാനത്തെ ഈ ഇമേജിന്റെ ഡ്യൂറേഷൻ ടെംപ്ലേറ്റ് ലെയറിന്റെ ഡ്യൂറേഷൻ അനുസൃതമായി ട്രിം ചെയ്ത് വെക്കുക. നിങ്ങൾക്ക് ലഭ്യമായിട്ടുള്ള പാർട്ടിക്കിൾ വീഡിയോ ടെംപ്ലേറ്റ് ഓപ്പൺ ചെയ്യുക. ഇതിനായി ഡിസ്ക്രിപ്ഷൻ ബോക്സ് കാണുക. ഓപ്ഷൻ ബാറിൽ നിന്നും സ്പ്ലിറ്റ് സ്ക്രീൻ സെലക്ട് ചെയ്യുക. റെക്ടാങ്കിൾ കൊടുക്കുക. ഓപ്ഷൻ ബാറിൽ നിന്നും ബ്ലെൻഡിംഗ് സെലക്ട് ചെയ്യുക. ഇവയിൽ നിന്നും ബ്ലെൻഡിംഗ് ഒപ്പാസിറ്റിയായി സ്ക്രീൻ സെലക്ട് ചെയ്യുക. ഈ 3 ഡോട്ട്സ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് സെൻഡ് ടു ബാക്ക് കൊടുക്കുക. ഈ ഓഡിയോ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് വീഡിയോയ്ക്ക് വേണ്ട ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് സെലക്ട് ചെയ്യുക. ഇവിടെ നമുക്ക് ഈ മ്യൂസിക് സെലക്ട് ചെയ്യാം. ഈ പ്ലസ് സിംബലിൽ ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്ത മ്യൂസിക് ടൈം ലൈനിലേക്ക് ആഡ് ചെയ്യുക. ടൈം ലൈനിലുള്ള എല്ലാ ലെയറുകളുടെയും ഡ്യൂറേഷൻ ഒരുപോലെ തന്നെ ആയിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ടൈം ലൈനിന് മുന്നിലെത്തി വീഡിയോ പ്ലേ ചെയ്ത് നോക്കി ആവശ്യമെങ്കിൽ വേണ്ട മാറ്റങ്ങൾ വരുത്തുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ഒപ്പം കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുതേ എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു.